guys, welcome to my channel. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഒരു പുതിയ കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിൽ വരുന്നതാണ് കൂളംസ് ലോ. ഓക്കെ, ഈ കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ലെവൽസ്, അതായത് രണ്ട് കോൺസെപ്റ്റ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ദ ഫസ്റ്റ് ലെവൽ നമ്പർ 1 ഈസ് കോൺസെപ്റ്റ് ഓഫ് ചാർജസ്. കോൺസെപ്റ്റ് ഓഫ് ചാർജസിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? Charges are two type, one is positive and one is negative. Like charges repel, unlike charges attract, and the value of the charges and the mass of the charges. അങ്ങനെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ലെവൽ നമ്പർ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദ ലെവൽ നമ്പർ 2 ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്താ? ചാർജസ് ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് without any physical connection. This phenomenon is called charging by induction. അങ്ങനെ നമ്മൾ ലെവൽ നമ്പർ 2 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി ആരെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം, അപ്പോൾ അവർ കാണാം. ഓക്കെ, ഇനി നമ്മളുടെ ലെവൽ നമ്പർ 3 ഈസ് കൂളംസ് ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഈ കൂളംസ് ലോക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബേസിക് കോൺസെപ്റ്റ്, അതായത് നമ്മൾ ചാർജസിൻ്റെ അട്രാക്ഷനെ കുറിച്ചിട്ടും റിപ്പൾഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ചാർജസ് തമ്മിൽ രണ്ട് ഫോഴ്സിൻ്റെ ഒന്നാമത്തെ ഫോഴ്സ് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ്. ദിസ് ഇസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് അനദർ ഈസ് റിപ്പൾസീവ് ഫോഴ്സും. ഈ ചാർജസിന് അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും കിട്ടുന്നത് ഒരു പ്രോപ്പർട്ടി കാരണമാണ്. ആ പ്രോപ്പർട്ടീൻ്റെ പേരാണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി പറയുന്നത്. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ മറ്റൊരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, ഇൻഡിപെൻഡൻ്റ് ഓഫ് അതർ തിങ്, അതായത് മറ്റൊരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, വൺ ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് വൺ ഈസ് റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും നമ്മൾ എടുക്കാം. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും എന്താണ്? ഓപ്പോസിറ്റ് സ്വഭാവക്കാരാണ്, അതായത് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് ഏതായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ്. കാരണം ഇവർക്ക് തമ്മിൽ മോഡറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതുകൊണ്ട് ഇവരുടെ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇലക്ട്രോണും ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഏതായിരിക്കും? ഒരേ സ്വഭാവക്കാരാണല്ലോ, അപ്പോൾ ഒരേ സ്വഭാവക്കാരായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ പേര് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ദി ഫോഴ്സസ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സസിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും നമ്മളൊരു ഇക്വേഷനിൽ കൊണ്ടുവരുന്നതിന് കൂളംസ് ലോ പറയുന്നത്. അപ്പോൾ ഈ കൂളംസ് ലോയിൽ അത് ഞാനൊന്ന് സിമ്പിളായിട്ട് പറയാം. കൂളംസ് ലോ ദാറ്റ് ഈസ് ഒരു ചാർജ് Q1 എന്ന ചാർജും ഒരു Q2 എന്ന ചാർജും ഉണ്ട്. അവർ ഞാനൊരു ഡിസ്റ്റൻസ് R എന്നതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? R. ഓക്കെ, അപ്പോൾ ഈ Q1 Q2 തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി ടു ചാർജസ്. പ്രൊഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, ദ Q1 ഇൻറ്റു Q2 ആൻഡ് inversely proportional to the square of the distance between them, that is r square. Thus inversely proportional to the square of the distance between them. Okay, ഈ ഒരു directly proportional, the force is directly proportional to the product of the charges means ഇപ്പോൾ ഫോഴ്സ് കൂടുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസും കൂടും. അതാണ് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇവിടെ കൂടുന്ന ടൈമിൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും, ഇതാകുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈ ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി product of the charges and inversely proportional to the square of the distance between them. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോയാലും ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് പോയിന്റ് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ചാർജസിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ഇക്വേഷൻ പറയുന്നത് കൂളംസ് ലോ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡെഫിനിഷനായിട്ട് എഴുതിയാൽ ദിസ് ഈസ് ദി കൂളംസ് ലോ.
ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദ ഫോഴ്സ് ഈക്വൽ ടു Q1Q2/r² എന്ന് എഴുതിയിട്ട് ഈ ഒരു ഈക്വൽ ടു എന്ന് വന്നതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രൊപ്പോർഷണൽ മാറ്റി നമ്മൾ ഈക്വൽ ടു എഴുതുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാകും. ഈ കോൺസ്റ്റൻ്റ് എന്നാണ് ഞാൻ കെ ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ ഈ ഏത് ലോയിലാണ് നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്തത്? കൂളംസ് ലോ. അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് കൂളംസ് കോൺസ്റ്റൻറ്റ്. കൂളംസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേരെന്താണ്? കൂളംസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു കെ കൂളംസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, ഈ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിനൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ കെൻ്റെ വാല്യൂ എന്താണ്? കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ കൂളംബ്. 9 × 10⁹ ആണ്. ഓക്കെ, കെ = 9 × 10⁹. അപ്പോൾ 9 × 10⁹ ആണ് കെൻ്റെ വാല്യൂ എന്ന് നമുക്ക് മനസ്സിലായും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓക്കെ, നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട്. ഇപ്പോൾ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തു? ഇതിത്തെ കെ പുറത്തെടുത്തു. ഇതിത്തെ കെനെ പുറത്തെടുത്തു. അപ്പോൾ കെനെ പുറത്തെടുത്ത സമയത്ത് ഇതെന്താവും? മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ F × r²/Q1Q2. ദിസ് ഈസ് ദി കെ. ഇതാണ് നമ്മളുടെ കെ എന്ന് പറയുന്നത്. അപ്പോൾ കെ = FR² / Q1 × Q2. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ആൻഡ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പോൾ സ്ക്വയറും കൂടി ഉണ്ടല്ലോ, അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ചാർജിൻ്റെ യൂണിറ്റ് കുളം. അപ്പോൾ 2 ചാർജുകളുണ്ട്, കുളം സ്ക്വയർ. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് ദി കെ. ഇതാണ് കെൻ്റെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളം സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളം സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ കെ = 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളം സ്ക്വയർ. റിയാലിറ്റി അത് നമ്മൾ എഴുതുന്നത് എന്തെന്ന് വെച്ചാൽ 1/4πε0. ഓക്കെ, 1/4πε0. അപ്പോൾ കെ = 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കുളം സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എഫ് എന്തിനോട് പ്രൊപ്പോർഷണലാണ്? Q1 × Q2/r². ആൻഡ് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ = കെ എന്ന് എഴുതി. അപ്പോൾ കെ Q1 Q2/r². ഈ കെൻ്റെ പേരാണ് കൂളംസ് കോൺസ്റ്റൻറ്റ് പറയുന്നത്. അപ്പോൾ ഈ കൂളംസ് കോൺസ്റ്റൻറ്റ് വാല്യൂ പറയുന്നത് 9 × 10⁻⁹. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെ = കെൻ്റെ വാല്യൂ ഉണ്ട്. കെ എന്ന് ഇവിടുന്ന് നമ്മൾ എടുത്തപ്പോൾ FR²/Q1Q2 എന്ന് വന്നു. ആൻഡ് അതിൻ്റെ അപ്പോൾ എഫിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് പറയുന്നത് ന്യൂട്ടനാണ്. ആൻഡ് ഡിസ്റ്റൻസിൻ്റെ അത് മീറ്ററാണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ ചാർജസിൻ്റെ കൂളം ആൻഡ് കൂളം സ്ക്വയർ. അപ്പോൾ കെ = 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ കൂടി എഴുതാം? 1/4πε0. ഇതിനെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും, ഇവിടെ ഒരു ε0 എന്നൊരു ടേം, ദാറ്റ് ഈസ് ε0. അപ്പോൾ ഈ ε0 എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ എന്നൊക്കെ പറയാം. പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ഓർ എയർ. ഓക്കെ, അപ്പോൾ ഈ ε0ൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ε0ൻ്റെ വാല്യൂ 8.85 × 10⁻12. 8.85 × 10⁻12. ഓക്കെ, ക്ലിയർ അല്ലേ?
ഇനി നമ്മളുടെ അടുത്ത ഇതേമാതിരി ഈ ഒരു എപ്സിലോൺ 0 മാതിരി വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? c = 1/√μ0 എപ്സിലോൺ 0. ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഈ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും ഒന്ന് മാറിപ്പോകരുത്. എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി, ഓക്കെ, ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി. പക്ഷേ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റിയാണ്. പെർമിയബിലിറ്റി ഓക്കെ. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആൻഡ് μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റിയാണ്. ഇവിടെ മൈനസ് ഉണ്ട്, പെർമിയബിലിറ്റി, ഓക്കെ. ആൻഡ് അപ്പോൾ μ0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4π × 10⁻⁻⁷. അപ്പോൾ ഈ c 1/√μ0 എപ്സിലോൺ 0 നമ്മൾ റിയാലിറ്റി ചെയ്തതാണ്. പക്ഷേ അതിന് ശരിക്കും വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ 3 × 10⁸ m/s. അപ്പോൾ ഈ ഇക്വേഷനും അതുപോലെ തന്നെയാണ് ഈ ഇക്വേഷനും, ഓക്കെ. രണ്ടും കൺഫ്യൂസ് ആവാതെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും, ഓക്കെ, ക്ലിയർ. ഇത്രയാണ് നമ്മളുടെ ചാർജസിൻ്റെ ഈ കോൺസെപ്റ്റ് കൂളംബ്സ് ലോയിൽ പറയുന്നത്, ഓക്കെ. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 q1 q2/r². അപ്പോൾ എപ്സിലോൺ 0 എന്ന് പറയുന്ന പെർമിറ്റിവിറ്റിയും ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മീഡിയത്തിൽ എങ്ങനെ നമ്മൾ കാണാം? ഇപ്പോൾ മീഡിയത്തിൽ എങ്ങനെ നമ്മൾ ഫോഴ്സ് കാണാം? അപ്പോൾ അതിൻ്റെ അടുത്ത ഇക്വേഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഈ എപ്സിലോൺ 0ൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യാം? എപ്സിലോൺ, ദിസ് ഈസ് ഇൻ പെർമിറ്റിവിറ്റി ഇൻ മീഡിയം, പെർമിറ്റിവിറ്റി ഇൻ മീഡിയം, ഓക്കെ. അപ്പോൾ F = 1/4πε q1 q2/r². F = 1/4πε q1 q2/r². ഇതാണ് നമ്മളുടെ ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഫ്രീ സ്പേസ്, അതായത് എയറിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ആണ്, ഓക്കെ. അപ്പോൾ എയറിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താണ്? 1/4πε0 q1 q2/r². മീഡിയത്തിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ 1/4πε q1 q2/r². ഓക്കെ. ഈ ഒരു എപ്സിലോൺ 0 തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് ഇക്വേഷനായിട്ടും ഇതിന് സെക്കൻഡ് ഇക്വേഷനായിട്ടും കരുതി. അപ്പോൾ 1/2 ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക? അതായത് F/Fm. അപ്പോൾ എന്തായാലും ഈ എപ്സിലോൺ ഡിനോമിനേറ്ററാണല്ലോ, അപ്പോൾ അടുത്ത ഇക്വേഷൻ വരുമ്പോൾ അത് മുകളിലോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് വരും. അപ്പോൾ E/ε0. ഈ E/ε0 എന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ER ഓർ ക്യാപിറ്റൽ K. ER ഓർ K എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ER, ഈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്നിൻ്റെയും ഫോഴ്സും ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ ടേംസ് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതിന് ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും, ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫോഴ്സിൻ്റെ എയറിലുള്ള ഫോഴ്സ് അറിയുന്നത് 1/4πε0 q1 q2/r² ആണ്. മീഡിയത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സ് 1/4πε q1 q2/r² ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ എന്നത് മുകളിൽ വന്നു, അപ്പോൾ E/ε0. അപ്പോൾ അതെന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്, അതാണ് K. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ ഓയിലിൻ്റെ K വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുണ്ട്. എയറിൻ്റെ ഫോഴ്സ് 10 ആണ് തന്നിട്ടുണ്ട്. ഓയിലിൻ്റെ ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ ഇക്വേഷൻ F/Fm. അപ്പോൾ F/Fm = K. F/Fm = K. ഫോഴ്സ് ഇൻ എയർ എത്രയാണ്? 10 ആണ് തന്നിട്ടുണ്ട്. FM മീഡിയത്തിലുള്ള ഫോഴ്സ് ആണ്, അതായത് ഓയിലിൻ്റെ ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള K നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഫോഴ്സ്/K. അപ്പോൾ K എന്ന് പറയുന്നത് ഫോഴ്സ് എയറിലുള്ള ഫോഴ്സ് 10, K എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ട് 5. അപ്പോൾ FM = 10/5 = 2 Newton. ഇനി നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ്. അപ്പോൾ ഹീറ്റ് ഓഫ് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, വാട്ടറിൻ്റെ 1.33 ആണ്, ആൻഡ് ഗ്ലാസിൻ്റെ 1.5.
ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വളരെ ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എക്സാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂസ് തരുന്നുണ്ട് +2 എക്സാമിനൊക്കെ. ഇനി തന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കൂളംസ് ലോ എന്ന് പറയുന്നത്. ഇറ്റ്സ് സിമ്പിൾ. കൂളംസ് ലോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ ആണ്. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്നത് എന്താ, ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതിനാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കൂളംസ് ലോൻ്റെ വെക്റ്റർ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പ്ലെയിൻ എക്സ് എന്നതിലും ഇതൊരു വൈ ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q1 ആൻഡ് ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2. ഇതിൻ്റെ ഡിസ്റ്റൻസ് R1 ആൻഡ് ഇതിൻ്റെ ഡിസ്റ്റൻസ് R2. അപ്പോൾ ചാർജസിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് Q1 Q2. ഓക്കെ, ഈ പൊസിഷൻ വെക്റ്ററാണ് ഈ എക്സും വൈയിലുള്ള, ഇതാണ് രണ്ട് പൊസിഷൻ വെക്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KQ1 Q2/R². ഇതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? KQ1 × Q2/R². അപ്പോൾ ഇത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ, അപ്പോൾ വെക്റ്റർ എഴുതുമ്പോൾ മുകളിൽ ഒരു ആരോ ഹെഡ് ഇടുമല്ലോ, ഒരു ആരോ മാർക്ക് ഇടുക ഫോഴ്സിൻ്റെ മുകളിൽ. അപ്പോൾ ആ ഒരു ആരോ മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമാണ് വെക്റ്റർ ഫോം. അപ്പോൾ F = KQ1 Q2/R². അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഡയറക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് R∩ എന്ന് എഴുതും. അപ്പോൾ ഈ R∩ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണോ, R∩ വെക്റ്റർ R/R ആണ് R∩ എന്ന് പറയുന്നത്. അപ്പോൾ R∩ വെക്റ്റർ R/R. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് എന്താ ഈ ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ വെക്റ്റർ ഫോഴ്സ് = KQ1 Q2/R²ൻ്റെ പകരം R². അപ്പോൾ ഇവിടെ R∩ ഉണ്ട്, R². R∩ പകരം നമ്മൾ എന്ത് ചെയ്തു, R/R, വെക്റ്റർ R/R എന്ന് എഴുതി. വെക്റ്റർ R/R വിച്ച് ഈസ് ഈക്വൽ ടു K × Q1 Q2/R³ R∩, വെക്റ്റർ R. ഇതാണ് നമ്മളുടെ വെക്റ്റർ ഫോം ഓഫ് ദി ഫോഴ്സ്. ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം എന്താണ്? K × Q1 Q2/R³ × വെക്റ്റർ R. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ വെക്റ്റർ ഇക്വേഷൻ. ഇനിയിപ്പോൾ Q1-ന് ഉണ്ടാകുന്ന ഫോഴ്സ്, ഇപ്പോൾ ഇതാ Q1. ഈ Q2 കാരണം Q1-ന് ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മളിങ്ങനെ എഴുതാം, F12 എന്നാണ് നമ്മൾ എഴുതുക. Q1-ന് Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന് നമ്മളത് F12. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഏൽക്കപ്പെടുന്ന ആളാണ്, ഫോഴ്സ് കിട്ടുന്ന ആളാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നെ ആരാണ് ചെയ്യുന്നത് അതാണ് രണ്ടാമത് എഴുതേണ്ടത്. അപ്പോൾ Q2 കാരണം Q1-ന് ഉണ്ടാകുന്ന ഫോഴ്സിനാണ് F12 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? K × Q1 Q2/R12³ R12 വെക്റ്റർ R12 എന്ന് വരും. ഓക്കെ, ഇനി ഇതേമാതിരി അടുത്തതോ, ഇതുപോലെ അടുത്ത എന്തായിരിക്കും? F21. F21 എന്ന് പറയുന്നത് Q1 Q2-നുണ്ടാകുന്നത്, Q1 Q2-നുണ്ടാകുന്ന ഫോഴ്സ് ആയിരിക്കും F21. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് അതെങ്ങനെ എഴുതുക? K × Q1 Q2/R21³ വെക്റ്റർ R21. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, ഇനി എന്താണ് R12? R12 എന്ന് പറയുന്നത് മോഡ് R1 മൈനസ് R2. R1 മൈനസ് R2 ആയിരിക്കും. ഓക്കെ, R1 മൈനസ് R2. അപ്പോൾ മോഡ് R12 കാണാൻ വേണ്ടിയിട്ട് R1 മോഡ് R12³ ആണ്. മോഡ് R12³ ആണെങ്കിൽ എന്തായിരിക്കും? മോഡ് R1 മൈനസ് R2³ എന്ന് എഴുതും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ മോഡ് R12³ എന്ന് പറയുന്നത് R1 മൈനസ് R2³ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റിയത്? അപ്പോൾ നമ്മൾ R12 പറയുന്നത് R1 മൈനസ് R2 ആൻഡ് R21 എന്ന് പറയുന്നത് R2 മൈനസ് R1
ആൻഡ് R21 ക്യൂബ് എന്ന് പറയുന്നത് mod R2 മൈനസ് R1 ഓൾ ക്യൂബ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി വെച്ചാലോ. അപ്പോൾ F12 ഈക്വൽ ടു K Q1 Q2 ബൈ R1 മൈനസ് R2 ക്യൂബ്. ഇത് R1 മൈനസ് R2 ക്യൂബ്, R1 മൈനസ് R2 വെക്റ്റർ. ഓക്കെ, ഇനി F21 എന്ന് പറയുന്നത് K Q1 Q2 R2 മൈനസ് R1 ക്യൂബ്, R2 മൈനസ് R1 vector. Okay, this is the two equation, first equation and the second equation. Okay, clear അല്ലേ? നമ്മളിവിടെ R12ൻ്റെ വാല്യൂ ഇത് R1 മൈനസ് R2 ആണ് R12 എന്ന് പറയുന്നത്. അപ്പോൾ R12 ക്യൂബ് എന്ന് പറയുമ്പോൾ R1 മൈനസ് R2 ഓൾ ക്യൂബ്, ആൻഡ് R21 എന്ന് പറയുമ്പോൾ R2 മൈനസ് R1, ആൻഡ് R21 ക്യൂബ് എന്ന് പറയുമ്പോൾ R2 മൈനസ് R1 ഓൾ ക്യൂബ്. അത് ഈ രണ്ട് ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ KQ1 ഇൻറ്റു Q2, ഇവിടെ R12 എന്നുള്ളതിന് R1 മൈനസ് R2 ക്യൂബ്, R12 എന്നുള്ളതിന് നമ്മൾ R1 മൈനസ് R2 വെക്റ്റർ, ആൻഡ് F21 ഈക്വൽ ടു KQ1 Q2 R2 മൈനസ് R1 ഓൾ ക്യൂബ് ആൻഡ് ഇൻറ്റു R2 മൈനസ് R1 വെക്റ്റർ. ഓക്കെ, അപ്പോൾ മോഡ് F12 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ result. അപ്പോൾ F12 equal to negative of F21. This is the simple vector form of the Coulomb's law. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അവിടെ നമ്മൾ വെക്ടർ ഫോം ചെയ്തുമ്പോൾ ആർ ക്യാപ്പ് വരും. അപ്പോൾ ആർ ക്യാപ്പിൻ്റെത് ആർ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ ആർ ബൈ ആർ ആണ്. അപ്പോൾ നമ്മൾ ആ വെക്ടർ ആർ ബൈ ആർ ഇക്വേഷനിൽ കൊടുത്തു. നമുക്കിപ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടി, K ഇൻറ്റു Q1 Q2 ബൈ ആർ ക്യൂബ് ഇൻറ്റു വെക്ടർ ആർ. ഓക്കെ, ഇനി ആ F12ൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു, F21ൻ്റെ ഇക്വേഷൻ അതിൽ നമ്മൾ R12 R21 എന്ന വാല്യൂസ് കൊടുത്തു. അതിന് നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടി F12 ഈക്വൽ ടു നെഗറ്റീവ് F21. ഓക്കെ, നമ്മളപ്പോൾ കൂളംസ് ലോയും അതിൻ്റെ വെക്ടർ ഫോമും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൂളംസ് ലോ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ, സി യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്.